നമസ്കാരം. ലാരിംഗോട്രക്കിയൽ ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ലാരിംഗിയൽ ക്ലെഫ്റ്റ് രണ്ടും ഒന്നിച്ചാണ് ഉണ്ടാവുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അസുഖവും ജനിക്കുന്ന പിള്ളേർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വോയിസ് ബോക്സിനെ പറ്റി ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞാലേ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ തുടക്കം അവിടെ ആയിക്കോട്ടെ. ഇതാണ് വോയിസ് ബോക്സിന്റെ ബേസിക് സ്ട്രക്ചർ. ഇത് ബാക്കിലുള്ള വ്യൂ. ഇതൊരു കാർട്ടിലേജ് ആണ്. ഈ കാർട്ടിലേജ് ആണ് ഇവിടെ റിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തു പറ്റും എന്ന് വെച്ചാൽ ഇതാണ് ലാരിങ്സ്, ഇതാണ് ട്രക്കിയ, ഇതിൻ്റെ ബാക്ക് പോർഷൻ ആണ് ഇത്. അപ്പോൾ ഈ ട്രക്കിയ അതായത് വിൻ പൈപ്പ്, എയർ ലങ്സിലോട്ട് പോകുന്ന പൈപ്പ്, തൊട്ട് ബാക്കിൽ ഫുഡ് പൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ട്രക്കിയയുടെ ബാക്കിലെ പോർഷനിൽ ഗ്രോത്ത് നോർമൽ ആയിരിക്കത്തില്ല, ഈ കാർട്ടിലേജ് ഗ്രോത്ത് കാണത്തില്ല. അതിൽ ഗ്രേഡിങ് കൊണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അതേ സമയത്ത് തന്നെ ഈ ഫുഡ് പൈപ്പിൻ്റെ അവിടെയും ഗ്രോത്ത് കാണത്തില്ല. അപ്പോൾ ലാരിങ്സും ട്രക്കിയയും ബാക്കിലുള്ള ഫുഡ് പൈപ്പായിട്ട് കണക്ഷൻ കാണും. അപ്പോൾ കുട്ടി എന്ത് കുടിച്ചാലും ഈ ഫുഡ് പൈപ്പിൽ നിന്ന് നേരെ ലാരിങ്സിലോട്ട് വന്ന് ലങ്സിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ലാരിംഗോട്രക്കിയൽ ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും കാണുന്നത് പ്രീമെച്യൂർ ടൈപ്പ് പിള്ളേർക്കാണ്. അതായത് കറക്റ്റ് മാസത്തെ ഡെലിവർ ആവാതെ അതിന് മുമ്പേ ഡെലിവർ ആവുന്ന പിള്ളേർക്കാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് ലാരിംഗിയൽ ക്ലെഫ്റ്റ് കാണാൻ പറ്റും, ലാരിംഗോട്രക്കിയൽ ക്ലെഫ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ കാണിച്ച കാർട്ടിലേജ് ആണിത്. കാർട്ടിലേജിന് മേൾഭാഗം മാത്രം എത്തുന്നുള്ളൂ ആ ഡിഫക്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1 എന്നും, ആ ഡിഫക്റ്റ് ഈ കാർട്ടിലേജിൻ്റെ താഴെ വരെ ഉണ്ടെങ്കിൽ ടൈപ്പ് 2 എന്നും, ട്രക്കിയയിലോട്ട് വിൻ പൈപ്പിലോട്ട് കടക്കുകയാണെങ്കിൽ ടൈപ്പ് 3 എന്നും, ട്രക്കിയയുടെ കംപ്ലീറ്റ് ഭാഗത്തുണ്ടെങ്കിൽ ടൈപ്പ് 4 ആയിട്ടും. ഇത് മാത്രമല്ല ഈസോഫാഗസ് ആയിട്ട് കമ്മ്യൂണിക്കേഷനും കാണും. ഇതാണ് 4 ടൈപ്പ്. ഇപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ജനിച്ച് കഴിഞ്ഞ ഉടനെ ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് ബുദ്ധിമുട്ട് കാണിക്കും ഫീഡിങ് സമയത്ത്. ചിലപ്പം നീല കളറിട്ട് മാറും ഫേസ്. ഇതിന് കൂടെ തന്നെ ശ്വാസം മുട്ടലും പതുക്കെ തുടങ്ങും. ഇതെല്ലാം ഫീഡിങ് സമയത്താണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ എടുക്കുന്ന ഫുഡ് നേരെ ലങ്സിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു എൻഡോസ്കോപ്പി ചെയ്യും. എൻഡോസ്കോപ്പി ചെയ്യാൻ ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പം അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണത്തില്ല, ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ക്ലെഫ്റ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു CT സ്കാൻ വേണം, അല്ലെങ്കിൽ MRI സ്കാൻ വേണം. കംപ്ലീറ്റ് ഗ്രേഡിങ്ങിന് വേണമെങ്കിൽ ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്താൽ അറിയാൻ പറ്റൂ. ഫീഡിങ് പ്രോബ്ലം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു സോളോയിങ് സ്റ്റഡി ചെയ്യേണ്ടി വരും. പക്ഷെ ആദ്യത്തെ 2 എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ കൂടെ വേറെ പല അസുഖങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഒന്നാണ് വാക്ടറൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 സിംറ്റംസ് മൈൽഡ് ആണെങ്കിൽ ആ ഫീഡിങ് ഹാബിറ്റ്സ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അത് അപ്രൈറ്റ് പൊസിഷനിലിരുന്ന് അമ്മ ഇരുന്നിട്ട് വേണം ഫീഡ് ചെയ്യാൻ വേണ്ടി, ചുമയ്ക്കാത്തക്ക രീതിയിൽ. എന്നിട്ടും ചുമയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല ഫീഡിലോട്ട്, തിക്ക് ഫോർമുല ഫീഡിലോട്ട് മാറ്റുക. അതല്ല ഇത് ചെയ്തിട്ട് പോലും അതങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓഗ്മെൻറ്റേഷൻ ചെയ്യാം. അതായത് ഈ ഭാഗത്ത് ഗ്യാപ്പ് ടൈപ്പ് 1 ആണെങ്കിൽ ഇത് ഒരു ഫില്ലേഴ്സ് വെച്ച് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ടൈപ്പ് 2ഉം ടൈപ്പ് 1ഉം ടൈപ്പ് 2ലും കാണുന്ന കംപ്ലയിൻസിൽ ചെയ്യുന്നത്. ടൈപ്പ് 3 ടൈപ്പ് 4 അത് സർജറി ചെയ്തേ പറ്റൂ. സർജറി ആണെങ്കിൽ എൻഡോസ്കോപ്പ് വഴിയും ചെയ്യാൻ പറ്റും. അതല്ല ഗ്രേഡ് 4 ആണെങ്കിൽ ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ലാരിംഗിയൽ ക്ലെഫ്റ്റ് മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.